ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. ഇന്ന് നമ്മുടെ വിഷയം ഒരു ടാരറ്റ് കാർഡ് റീഡർ നിങ്ങളോട് പറയുന്നത് എന്തായിരിക്കും നിങ്ങളെക്കുറിച്ച് എന്നുള്ളതാണ്. സോ പൈൽ നമ്പർ 1, 2, 3 ചൂസ് ചെയ്യാം. ഫസ്റ്റ് നമ്പർ 1 ആണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ നെറ്റിൽ എനർജിയാണ്. നെറ്റിൽ എനർജി സൂചിപ്പിക്കുന്നത് തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടാകും, അതായത് ഞാൻ മറ്റുള്ളവരോടുള്ള എൻ്റെ സംസാരം അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും സ്വയം ബൗണ്ടറീസ് വെച്ചിട്ടാണ് എല്ലാ ബന്ധത്തിലും നിങ്ങളൊരു ബൗണ്ടറി വയ്ക്കുന്നുണ്ട്. കൃത്യമായിട്ട് ആരെ എവിടെ നിർത്തണം നിങ്ങൾക്കറിയാം. ചില ആളുകൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും, കുറച്ചുകൂടി സോഫ്റ്റായിട്ട് സംസാരിച്ചുകൂടെ, ആളുകളായിട്ട് കൂടുതൽ സോഷ്യലായിക്കൂടെ, മിങ്കിൾ ചെയ്തുകൂടെ, അല്ലെങ്കിൽ എല്ലാവരും സംസാരിക്കുന്ന രീതിയിലും പ്രവർത്തിച്ചുകൂടെ എന്നൊക്കെ. പക്ഷെ നിങ്ങളുടെ ആ ഒരു പുറംചട്ട അത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ മാറാതിരിക്കുക. എല്ലാ ബന്ധത്തിലും ഒരു അതിർവരമ്പ്, അതിർരേഖ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഏത് ബന്ധത്തിലാണെങ്കിലും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ പോസിറ്റീവ് എനർജിയാണ്, നെഗറ്റീവ് അല്ല. ഓക്കെ, ഇനി പൈൽ നമ്പർ 2 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്, പൈൽ നമ്പറല്ല, കാർഡ് നമ്പർ. സോ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ചിക്കറി എനർജിയാണ്. ചിക്കറി എനർജി സൂചിപ്പിക്കുന്നത് സസ്റ്റെയിനൻസ് ആണ്. അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാത്തിലും നിങ്ങൾ പോസിറ്റീവായിട്ട് മിങ്കിൾ ചെയ്യണം, മറ്റുള്ളവരെ സഹായിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബിൽഡ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിന് ഫൗണ്ടേഷൻ ഇടുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉയർച്ചയിലേക്ക് പോകുമ്പോൾ, പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. യു ഹെൽപ്പ് അതേഴ്സ് ടു ബിൽഡ് ദെയർ കിങ്ഡം. അവർക്കും അവരുടേതായിട്ടുള്ള ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ നിങ്ങൾ സഹായിക്കുന്നു. അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ചുറ്റുമുള്ള ആളുകളായാലും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലായാലും. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഫ്യൂച്ചർ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു. ജീവിതത്തിൽ പോസിബിളായിട്ടുള്ള ചോയ്സസ് എന്താണ്, കംഫർട്ട് സോണിൽ നിൽക്കണോ അതോ അതിൽ നിന്ന് മാറണോ, ഇതൊക്കെ നിങ്ങൾ സമയാസമയങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി പറയാനുള്ളത്. ഇനി നമ്മൾ പൈൽ നമ്പർ 3 നോക്കാം. പൈൽ നമ്പർ 3ക്കുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് മാർഷ്മെല്ലോ ആണ്. മാർഷ്മെല്ലോ എനർജി അഡ്വഞ്ചറാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ വളരെ കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തിയാണ്. അടുത്തിടെയായിട്ട് കോൺഫിഡൻസ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ റീഗെയിൻ യുവർ കോൺഫിഡൻസ്, റീക്ലെയിം ഇറ്റ്. ഇപ്പോൾ പറയാം, ഐ എം റീക്ലെയിമിങ് മൈ കോൺഫിഡൻസ്, മൈ ഹാപ്പിനെസ്, ഐ ഷൈൻ ലൈക്ക് എ സൺ. ആ ഒരു എനർജിയാണ് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സമയമാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പറയാം. നിങ്ങൾ യു ആർ ഫ്രീ ബേർഡ്. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒരു റാഡിക്കൽ പോസിറ്റിവിറ്റിയാണ്, ജനറോസിറ്റിയാണ് മറ്റുള്ളവരിലേക്ക് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഇൻസ്പിറേഷൻ നിങ്ങൾ തന്നെയാണ്. ആ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് മാറ്റുക. ബി കോൺഫിഡൻറ്റ്, യു ആർ ദ സൺ. നിങ്ങൾ സൺ എനർജിയാണ്, എല്ലാവർക്കും വെളിച്ചം കൊടുക്കുന്ന എനർജിയാണ് നിങ്ങളുടേത്. അപ്പോൾ നിങ്ങൾക്കായിട്ട് പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ വെളിച്ചം അനിവാര്യമല്ല. അതുകൊണ്ട് പോസിറ്റീവായിട്ട് ലൈഫിൽ മുമ്പോട്ടേക്ക് പോവാം. ഓക്കെ.